ആരോമൽ ഇപ്പോഴാണ് ഈ ആപ്പുമായി ബന്ധപ്പെട്ട് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നത്. നിങ്ങൾ കോളേജിൽ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയം റിപ്പോർട്ട് ചെയ്തതായിട്ട് അറിഞ്ഞിരുന്നോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞു. ഓക്കെ. ഈ ഒരു അറ്റംപ്റ്റ് ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം, കാഷ്വാലിറ്റിയിലായതിനു ശേഷമാണ് ഈ ഒരു ലോൺ ആപ്പിന്റെ കാര്യം ഞങ്ങൾ അറിയുന്നത്. ശരിക്കും എങ്ങനെയാ നിങ്ങൾ അറിഞ്ഞത് ഇത്? ഇല്ല, നമ്മുടെ ഈ പറഞ്ഞ ഈ ലത എന്ന് പറഞ്ഞ മാം കാഷ്വാലിറ്റിയിൽ വന്നിരുന്നു. ആ ടൈമിലായിരുന്നു മാം ഇങ്ങനെ ഒരു ഇഷ്യൂ പറഞ്ഞിരുന്നത് ഞങ്ങളോട്. അപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രിൻസിപ്പലിന്റെ റൂമിൽ നിന്നാണ് നിതിൻ പുറത്തേക്ക് പോകുന്നത്. അവിടെ നടന്ന ചർച്ച അതിനെക്കുറിച്ച് തന്നെ ആയിരുന്നു? അതിനെക്കുറിച്ചായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ക്യാബിനിൽ ലതാ മാമും ഉണ്ടായിരുന്നോ? ലതാ മാം കംപ്ലൈന്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിൻസിപ്പലും ലതാ മാമും ഉണ്ടായിരുന്നു അല്ലേ നിങ്ങളുടെ അറിവിൽ? പ്രിൻസിപ്പൽ സാർ എന്തായാലും ഉണ്ടാവും, ലതാ മാം ഉണ്ടായിരുന്നു. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് അറിയത്തില്ല. അവിടുന്ന് സംസാരിച്ചിറങ്ങിയതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. അതെ. അപ്പോൾ ഈ മരണം പിന്നീട് വീട്ടിലേക്ക് അറിയിക്കാനൊക്കെ മണിക്കൂറുകൾ എടുത്തു എന്നുൾപ്പെടെയൊക്കെയുള്ള പരാതികളുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? ഇങ്ങനൊരു അറ്റംപ്റ്റ് നടത്തി എന്നുള്ളത് വിളിക്കാനായിട്ട് നമ്പർ കിട്ടുന്നില്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. പിന്നെ എപ്പോഴാണ് വിളിച്ച് പറഞ്ഞെന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോ ആരോമൽ, ഇന്ന് വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകൾ, മഹിളാ സംഘടനകളൊക്കെ അവിടേക്ക് വലിയ പ്രക്ഷോഭമൊക്കെ നടത്തി. ഇതിനു മുൻപ് എപ്പോഴെങ്കിലും ഈ വിഷയം റേസ് ചെയ്യണമായിരുന്നു, ഞങ്ങൾക്ക് പാളിച്ച പറ്റി എന്ന ഒരു തോന്നൽ നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? കറന്റ് ഉണ്ട്. കാരണം ഇതിന് മുന്നേ ഇത് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാവില്ലായിരുന്നു തോന്നി തുടങ്ങി. ഒരു റിഗ്രഷൻ ഉണ്ട് ഇപ്പോഴും. ഓക്കെ. മാളവിക ബിന്നി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.